അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മാം കുറച്ച് ബിസിയാണ്. അപ്പം മാം എവിടേക്കോ പോകാൻ. അപ്പോൾ ഫ്രണ്ട്സ്, മാം ഇതാ വരുന്നു, വരുന്നു. ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷണം ഇതായതുകൊണ്ട് മാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ കൽക്കത്തയിൽ പോകുന്നത് നമുക്ക് പറഞ്ഞു ഫോട്ടോ പിന്നെ നമ്മൾ വീഡിയോ കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് കരിയർ നമ്മൾ സിനിമയിൽ കണ്ട ആ പുഴയാണിത്. അപ്പോൾ ആ കാണുന്ന അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ മാമിൻ്റെ ആ ജീവിത കഥ, അതേപോലെ തന്നെ മൊയ്തീൻ്റെ കൂടെയുള്ള ആ മെമ്മറി. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും KTS ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് ദിവസം ശേഷമാണ് വീഡിയോയിൽ വരുന്നത്. കാരണം എന്താ വെച്ചാൽ എക്സാംസ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാട്ടോ വീഡിയോയിൽ വരുന്നത്. ഇനി ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് മുക്കത്താണ്. മുക്കത്തെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നതിൻ്റെ മൊയ്തീൻ എന്ന സിനിമ കണ്ടിട്ടില്ലേ? അതിലുള്ള നമ്മൾ ആ സിനിമയിൽ പരിചയമായ 2 ക്യാരക്ടേഴ്സ്, മൊയ്തീനും അതേപോലെ തന്നെ കാഞ്ചനമാലയും, അവരുടെ ആ ലവ് സ്റ്റോറി അത് സ്റ്റാർട്ട് ചെയ്ത മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവരുടെ ആ ട്രസ്റ്റ്, പിന്നെ കാഞ്ചനമാല ആ സ്ത്രീനെ കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ സിനിമ എന്ന് ഇറങ്ങിയിട്ടിപ്പോൾ 6 വർഷത്തോളമായി. പല യൂട്യൂബേഴ്സും ഇപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ അവിടെ പോയി എല്ലായിടത്തും കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഫെമിലിയർ ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ആ സിനിമ ഇറങ്ങിയിട്ട് 6 വർഷമായി. ഇപ്പോൾ എങ്ങനെ അവരിപ്പോൾ ജീവിതം, അതൊക്കെ നമ്മളിന്ന് ഈ കൊച്ചു വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മൊയ്തീൻ മരിച്ച ആ പുഴ, അതേപോലെ തന്നെ അവരുടെ ആ ട്രസ്റ്റ്, ദിലീപ് ഉണ്ടാക്കി കൊടുത്ത ആ ബിൽഡിങ്, നമ്മളൊന്ന് ഒക്കെപ്പാടെന്ന് ഈ വീഡിയോയിലൂടെ ചെറുതായിട്ട് ഉൾപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ മറക്കരുത്, ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കായി ആ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. സേവാമന്ദിരം എന്ന ട്രസ്റ്റ്. അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ലൈബ്രറി, പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് കൂടിയാണിത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ 11 മണിക്ക് അത് തുറക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ കാഞ്ചന മാം ഇവിടെ ഇല്ല, അവരുടെ വീട്ടിലാണ്. നമ്മൾ ഇതിനുള്ളിൽ 11 മണിക്ക് ഇത് ഓപ്പൺ ആവും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് കണ്ട ശേഷം ജനപ്രിയ നായകനായ ദിലീപ് സാറാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ ഫ്രണ്ട്സ് മാം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മാം ആദ്യം മാമിൻ്റെ വീട്ടിലേക്ക് വരാനായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ മാം നമ്മളോട് ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി മാമിൻ്റെ ട്രസ്റ്റിലേക്ക് തന്നെ മാം വന്നിട്ടുണ്ട്. ഇനി മാമിൻ്റെ ജീവിതകഥ മാമിൻ്റെ അടുത്ത് നമുക്ക് തറവാട്ടിലെപ്പോഴും ആൾക്കാർ ഇതിനപ്പോൾ കളിയാക്കാൻ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഉണ്ടാക്കി കളഞ്ഞില്ലേ. അങ്ങനെ പിന്നെ ഞാൻ ഐസിയിലൊക്കെ പിന്നെ 3 മാസം ഡോക്ടറിന് എനിക്കാൻ പാടില്ല, എനിക്ക് ഹിമാലയം കയറാം, പക്ഷെ ചെറിയ ടെൻഷൻ പാടില്ല. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് അയച്ചു. അപ്പോൾ ചേച്ചീൻ്റെ മോളുണ്ട് അവിടെ, മോളിമർക്കായപ്പോൾ ഫാമിലി ആയിട്ട് താമസം. അവിടെ ഡോക്ടർ കൂടെ നമ്മൾ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ 3 മാസം ബാംഗ്ലൂർ. അത് കഴിഞ്ഞപ്പോൾ മൂത്തേച്ചിന് പിന്നെ വന്നിട്ട് ബോംബെ കൊണ്ടുപോയിട്ട് പിന്നെ ചെക്കപ്പൊക്കെ വീണ്ടും നടത്തി. എന്നിട്ട് പിന്നെ വീണ്ടും കൂടെ കൊണ്ടാക്കി. അന്ന് ഇപ്പം മരിച്ചു ചേച്ചി. എൻ്റെ നേരെ മൂത്ത ചേച്ചി എൻ്റെ അടുത്ത് ഈസ്റ്റിൽ ഇതിലായിരുന്നു, ഫ്ലാറ്റിലായിരുന്നു. അവിടെ ഉണ്ടാക്കി. അവിടെ ഒരു 2 മാസം. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത് ആ സമയത്ത്. ആ സിനിമയില് മാമിന്റെ ലൈഫിൽ സംഭവിച്ചത് പറയുന്നുണ്ടല്ലോ, പ്രണയമൊക്കെ അത് തന്നെ. പ്രണയം പക്ഷേ വീട്ടിൽ നിന്ന് എതിർപ്പ് വന്നിട്ട് സിസ്റ്റേഴ്സിന്റെ എന്റെതൊക്കെ സത്യമാണ്. എന്റെ സത്യമല്ലാത്തോണ്ട് ഞാൻ മെഡിക്കലിൽ ചേർന്നു എന്നുള്ളതാണ്. ചേരാൻ അപേക്ഷ കൊടുത്ത് നമ്മളന്ന് മദ്രാസ് സ്റ്റേറ്റ് ആണല്ലോ, അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ BSc ചേരുമല്ലോ. അങ്ങനെ കോളേജിൽ തന്നെ BSc ചേർന്നു. എന്ന് തൊട്ടാണ് മൊയ്തീനുമായിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നത്? ഇതിന് ഞാൻ ഒന്നിച്ച് പഠിച്ചതല്ലേ, ഒരുമിച്ച് പഠിച്ചതാണ്. ക്ലാസ് 6, 7, 8 ഒന്നിച്ച് പഠിച്ചു. ഓക്കെ. എൻ്റെ മൂത്ത ചേച്ചി, എൻ്റെ നേരെ മൂത്ത ചേച്ചി പിന്നെ അപ്പേട്ടെന്ന് പറഞ്ഞ ഒരാളെ കാണുന്നില്ല, അച്ചുവേട്ടന്, ആ പേരൊക്കെ മാറ്റിയത്. അച്ചുവേട്ടൻ്റെ പെങ്ങൾ സൗത്തിൽ എടുത്തില്ല, അതും എടുത്തിന്. പിന്നെ കസിൻസ് കുറേ എടുത്തിൻ്റെ, അമ്മേൻ്റെ എടുത്തിൻ്റെ മോളെ എടുത്തി. എല്ലാവരും ഒരു ക്ലാസ്സിലാണ്. ESLC ആയി ഗവൺമെൻറ് 8ാം ക്ലാസ്സിൽ. ESLC ആയപ്പോൾ യുവന്മാരൊക്കെ തോറ്റ്, എൻ്റെ ചേച്ചിമാരൊക്കെ തോറ്റ്, മൊയ്തീൻ തോറ്റ്, ഞാൻ ജയിച്ചു. അപ്പോൾ എൻ്റെ നന്ന മൂത്ത ചേച്ചി പ്രോവിഡൻസ് ബോർഡിംഗ് ഹൗസിലാണ്, അമ്മേൻ്റെ അടുത്തിൻ്റെ മോള് ചേച്ചി. അങ്ങനെ എന്നെ ബോർഡിംഗ് ഹൗസ് കൊണ്ടാക്കി. ആ സിനിമയിലുള്ള സിസ്റ്റേഴ്സായിട്ട് എതിർക്കുന്നൊക്കെ അവിടെ വെച്ചാ ബോർഡിംഗ് ഹൗസിൽ. ചേച്ചി പോകുന്നവര് ചേച്ചി SS ഇങ്ങോട്ട് വന്ന് പിന്നെ കോളേജിരിക്കല്ലോ. ഓക്കെ. പിന്നെ മാമിന് അതിന് ശേഷം അതിൽ സിനിമയിൽ എൻഡിൽ പറയുന്നുണ്ടല്ലോ, മൊയ്തീൻ മരിച്ചതിന് ശേഷം മൊയ്തീൻ്റെ ഉമ്മ മാമിനെ പിടിച്ചു കൊണ്ടുപോകുന്നുള്ളത് ഒരു സിംബോളിക്കായിട്ട് കൊടുത്താൽ. അന്നൊന്നും പിടിച്ചു കൊണ്ടുവന്ന അവസ്ഥയല്ല എനിക്ക്. അന്ന് മുതൽ ഒരു 10-15 ദിവസം പട്ടിണി കിടന്നിട്ട് നിലത്ത് കിടന്ന് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വെള്ളം പോലും കുടിക്കാതെ അവസാനം 25 വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ചത് നിർത്താനാണ്. അപ്പോൾ അപ്പേട്ടനും അപ്പേട്ടന് അപ്പോഴത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അപ്പേട്ടൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് 5 കൊല്ലം കഴിക്കാതിരുന്ന് അവിടെ അമ്മ വന്ന് കരഞ്ഞ് പിടിച്ച് അവസാനം അപ്പേട്ടനോട് ഞാൻ ചോദിച്ചു. അപ്പേട്ടൻ പറയുന്നുണ്ടല്ലോ, ഏറ്റവും ലോകത്തിൽ ഈശ്വരൻ ഇറങ്ങി വന്നാൽ ഏറ്റവും സ്നേഹമുള്ളത് ആരോടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അമ്മേൻ്റെയും പെങ്ങളെയും മേലെ കാഞ്ചനയാണ് എന്നെനിക്ക് എഴുതി നോക്കരുത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെയാണ് ഏറ്റവും സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 കുടുംബത്തിൻ്റെ ശാപമാണ് എൻ്റെ പേരുള്ളത്. 3ാമത്തെ ഒരു കുടുംബത്തിൻ്റെ ശാപം കുടുംബങ്ങൾ എനിക്ക് തരുന്നു ചോദിച്ച സ്നേഹമുണ്ടായി. അതിലും വീഴുപോയി. അതിൽ ഭയങ്കര വിഷമിക്കും. പിന്നെ കാടൊക്കെ തൊട്ടൊന്നിച്ച് പോയി. പിന്നെ കല്യാണത്തിന് സമയത്ത് എൻ്റെ വേറൊരു അമ്മോൻ്റെ മോളെയാണ് കല്യാണം കഴിക്കുന്നത്. മാമിൻ്റെ വീട്ടിലെ എത്ര മക്കളാണ്? ഞങ്ങൾ 12, 6 ആണും 6 പെണ്ണും. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഇല്ല. അതിൻ്റെ സിനിമയിൽ കാണുന്ന പ്രധാന റോളെടുത്ത് ബാലുവിൻ്റെ റോളെടുത്ത് 2ാമത്തെ ഏട്ടനാണ്. അത് അവിടെയാണ് വളരെ തെറ്റുള്ളത്. ഏട്ടനും മൊയ്തീൻ 6-7 വയസ്സിന് വ്യത്യാസമുണ്ട്. ഏട്ടൻ കോളേജിൽ ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലെയറും ഒക്കെ ആയിട്ട് നല്ല ആരോഗ്യവാനും സുന്ദരനായ മനുഷ്യനാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ മൊയ്തീൻ എടോ എന്നൊക്കെ പറഞ്ഞ് സേതു എന്നൊക്കെ വിളിക്കുമ്പോൾ അറിയുന്നവർക്കൊരു അസ്വസ്ഥത വരും. ക്ലാസ്മേറ്റേ അല്ല, ഇവരെയൊക്കെ ഫുട്ബോളിൻ്റെ ഇതൊക്കെ പഠിപ്പിച്ചെടുക്കുക, ഇതിന് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരിക്കലും ഈ നാട്ടിൽ തന്നെ വന്നപ്പോൾ ഏട്ടൻ കോളേജിൽ പഠിക്കുമ്പോൾ വന്നതാണ്. മൂപ്പര് തൃശ്ശൂർ കേരള ഓർമ്മ കോളേജ്. അപ്പോൾ ഈ നാട്ടുകാർക്ക് വ്യക്തമായി അറിയില്ല. അതിൻ്റെ ഒപ്പം ഓരോക്കെ പഠിച്ച നാട്ടിലല്ല, സെൻറ്റ് ജോസഫിലാണ്. ഇവിടെ 5ാം ക്ലാസ് വരെ സ്കൂളിൽ അതിനും കൂടി പഠിപ്പിച്ചില്ല. അന്ന് വല്യമ്മ വലിയച്ഛനൊക്കെ അവിടെ വല്യമ്മയുടെ വീട്ടിൽ താമസിച്ചിട്ടവരൊക്കെ പഠിച്ചത് സെൻറ്റ് ജോസഫിൽ. ഏഴത്തിമാരാണ് ഇവിടെ പഠിച്ചത്. അപ്പോൾ അതേ വലിയച്ഛനെ അവിടെ നിന്ന് ബാങ്കിൽ നിന്ന് പോയി നാട്ടിലേക്ക് പോയി, ഇടവണ്ണപ്പാറ, മലപ്പുറം ജില്ലയിലെ. അപ്പോൾ പിന്നെ അവിടുന്ന് അപ്പം പിന്നെ എവിടെയാണ് സ്കൂൾ കുട്ടികളൊക്കെ എല്ലാവരും കൂടി വരിക. ഒരു വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് 12 കുട്ടികളായ ഒറ്റയ്ക്ക് ഞങ്ങൾ ജീവിച്ചില്ല. അച്ഛനമ്മയും മക്കളും എപ്പോഴും ഫാമിലികളുണ്ടാവും, കുടുംബം മുഴുവൻ. ഒരു വലിയ കൂട്ടുകുടുംബം എങ്ങനെയാ അതേപോലെ. അച്ഛനൊരു തറവാടുണ്ട്, പക്ഷെ തറവാടിന്റെ കോലായി ഒക്കെ മാറ്റിപ്പോയി.
കോലായിയൊക്കെ മാറ്റാൻ കാരണം നായ്ക്കൾ വന്നിട്ട് സോഫയിലൊക്കെ കയറുമല്ലോ. അപ്പം വലിയ ഇതായിരുന്നു. ആദ്യത്തെ ആയിരുന്നു ഭംഗി. അത് നോക്കി ഓഫീസ് റൂമും പിന്നെ വാർക്കാൻ വേണ്ടി വരുന്നപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ ആങ്ങളെ മരിച്ച ആ സമയത്ത് പിന്നെ പെട്ടെന്ന് ഓടിയിട്ടറിഞ്ഞു വാർക്കാനുള്ള സമയമില്ല. അമ്മ വലിയ ഏഴിയന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടുകാരും മാതിരിയാണ്, അത്ര സ്നേഹം. ഇപ്പോഴത്തെ ആൾക്കാർ വഴിയില്ല. പെങ്ങന്മാരും വെച്ചാൽ മരിക്കുന്ന ആങ്ങളമാരും മരിക്കുന്ന ഇത് അമ്മേനെയൊക്കെ പറയുന്നവരാണ്. നമ്മളെ വടക്കാമ്പാട്ടിലും പെങ്ങന്മാരാന്ന് പറയുക, ആങ്ങളമാരോടുള്ള സ്നേഹം. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ. ഇവിടെയൊന്നും ഞങ്ങളുടെ വീട് നല്ല സ്നേഹത്തിൽ എൻ്റെ പ്രണയത്തോട് കൂടിയിട്ടൊക്കെ തകർന്നത്. ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ. അല്ല, അതിന് ശേഷം ഇപ്പം മാമിന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ആ എതിർപ്പിന് ശേഷം അവരാരും ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു മാമിനെ കല്യാണം കഴിക്കാൻ? ഒരു അതിലെൻ്റെ ശരിക്കും എൻ്റെ പേഴ്സണാലിറ്റിനെ നശിപ്പിച്ച ഏർപ്പാടാണ് അത്. ഏതെന്ന് അറിയാം, ചായ കൊണ്ടു കൊടുക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ ചായ കൊണ്ട് കൊടുത്തില്ല. കാരണം ഞാൻ ചെറുപ്പത്തിലെ പ്രണയിച്ചിരുന്നല്ലോ, ചായ കൊണ്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞു കാണുന്നവർക്ക് വേണമെങ്കിൽ വന്ന് കാണാം, കല്യാണത്തിന് ഞാൻ ഒപ്പം തരില്ല. അത് മോശം എന്ന് പറഞ്ഞാൽ കണ്ടുപോയിക്കോട്ടെ, എൻ്റെ മൂവിയിൽ വന്ന് കണ്ടുപോയിക്കോട്ടെ. ആ സിനിമയിൽ പറയുന്നത് നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത്. വിദേശത്തേക്ക് പോകുന്ന സമയത്തല്ല മറിച്ചത്, വിദേശത്തേക്ക് പോകാൻ തീരുമാനം എടുത്ത സമയത്താണ് ഏട്ടൻ മരിക്കുന്നത്. പിന്നെ മൊയ്തീൻ്റെ അമ്മ ഒരു പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് ചേച്ചീൻ്റെ പ്രസവമായി. ചേച്ചി പറഞ്ഞു ഇടങ്ങാറുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അത് അച്ചേട്ടൻ്റെ ആലോചന. അതിൻ്റെ മുമ്പ് പിന്നെ മുപ്പര ഏറ്റവും പ്രിയപ്പെട്ട അമ്മ മരിച്ചു. അപ്പോൾ ഒരു ഡേറ്റ് എടുത്തപ്പോൾ പിന്നെ ഒരു ഡേറ്റിൽ പിന്നെ മൊയ്തീന് കൊത്തു കിട്ടിയില്ലേ, അതിൻ്റെ ആ സമയത്തായിരുന്നു. പിന്നെ ആ ഫെബ്രുവരി 28-ന് മനസ്സോടെ ജൂലൈ 11-ന് 64 ജൂലൈ 11-ന് കൊത്തു കിട്ടി. അങ്ങനെ ഓരോ പ്രാവശ്യം മുടങ്ങിപ്പോയി. ആദ്യം എൻ്റെ സിസ്റ്റേഴ്സ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. പിന്നെ അന്നൊക്കെ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പെൺകുട്ടികളൊന്നും കിടന്നു പോകുക എന്ന് പറയില്ലേ. ഇപ്പൊ മാമ ഈ ട്രസ്റ്റ് നടത്തുന്നുണ്ട് എത്ര വർഷമായി? ഇത് ഞങ്ങൾ 1900 ഞാൻ ഉമ്മ കൊണ്ടുപോയി എന്ന് പറയണ്ടേ. ഞാനിവിടെ വരുന്ന സമയത്ത് 82-ലാണ് മൊയ്തീൻ മരിക്കുന്നത്, 15-ന്. 82-ന് 83-നോ 84-നോ ഒന്നും ഞാൻ വന്നിട്ടില്ല. കാരണം 82-ൽ തന്നെ 83-ൽ മൊയ്തീൻ്റെ മോചനമായി മനസ്സിലാണ് അന്ന്. അപ്പം ഞാൻ ഏട്ടൻ പറഞ്ഞു ഞാൻ അങ്ങനെ 6 മാസം കണ്ണുകൂട്ടിയിരുന്നതാണ്. 6 മാസം കണ്ണുകൂട്ടുക, കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് ലോകം ഞാൻ കാണുക, മൊയ്തീൻ കാണാത്ത ലോകം. അതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കാണേണ്ട ലോകം ആത്മഹത്യ ചെയ്യാനാണല്ലോ ശ്രമിച്ച്. എൻ്റെ വീട്ടിൽ എൻ്റെ അലമാറിയിൽ കണ്ണട അലമാറിയാണ്, ഇതിൻ്റെ എല്ലാം മരത്തിൻ്റെ ആ അലമാറിയിൽ പിന്നെ അടിത്തട്ടിൽ ഫുള്ള് ഞങ്ങൾ കർഷകരാണ്, കൃഷിക്കാരല്ല, എല്ലാം മരുന്ന് തളിക്കാൻ സാധനം എൻ്റെ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഏട്ടന്മാരുണ്ടല്ലോ, 2 ഏട്ടന്മാരും കുറച്ച് അടുത്തിനോടാണ്. ഇവർ വിചാരിക്കും ഭാര്യമാർ ലഹരി ഉണ്ടാക്കിയാലും വിചാരിക്കും. അങ്ങനെ അരിയൊക്കെ വെച്ച് കൂട്ടിപ്പോട്ടാണ്. കാരണം ഇവരൊക്കെ എത്ര ഉപദ്രവിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തില്ലല്ലോ. മൊയ്തീൻ മരിക്കുന്ന ആരും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതൊരു ഉറപ്പല്ല, വിഷമൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ എൻ്റെ 3ാമത്തെ ഇടത്തിയമ്മേൻ്റെ ആങ്ങളുടെ മോൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് പിന്നെ ഇതില്ല ക്യാമ്പസ് പിടിച്ച് 75 എണ്ണറ്റം അന്യം പിടിച്ചെടുത്തു. ലോഡ്ജിൽ വിളിച്ചപ്പോൾ അവൻ ലോഡ്ജിൻ്റെ ഉള്ളിലാണ്. അപ്പം പിന്നെ ഇതേപോലെ ഒരു മുസ്ലിംസ് പെൺകുട്ടിയെ സ്നേഹിച്ച ഒരു പ്രശ്നമാണ് അവരുടെ വീട്ടിലുണ്ടായത്, ചാവക്കാട്. അപ്പോൾ വന്നിട്ട് കോഴിക്കോട്ടേക്ക് വന്നു. ഇവിടെ കോഴിക്കോട്ട് വലിയ പോലീസ്. അപ്പോൾ ഈ കാര്യങ്ങൾ പോലീസ് പറഞ്ഞു. ഇപ്പോൾ രാവിലെ തന്നെ ഇളയ അനിയൻ 12-ാം മിനിറ്റ്, ഇളയ അനിയൻ ആൺകുട്ടികളുടെ 60, കുട്ടികളിൽ മുഴുവൻ 12-ാമത്തെ മോനിൽ തന്നെ കിട്ടി. എല്ലാ കോമൺ കിട്ടും. അവൻ രാവിലെ തന്നെ പോയി. ഇവിടെ എന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ ഇല്ല, രാത്രിയാണ് പോയത്. കോഴിക്കോട്ട് എത്തി വന്നപ്പോൾ എന്നിട്ട് വലിയ അഞ്ചം വിളിച്ചു വന്നു. അപ്പോൾ നമ്മൾ പോയി അവിടെ നോക്കുമ്പോൾ സോമൻ വീട്ടിൽ ലോഡ്ജിൽ എല്ലാ ലോഡ്ജ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിളിച്ച്. അപ്പോൾ നോക്കുമ്പോൾ ലെറ്ററൊക്കെ എഴുതി വെച്ച് ക്യാമ്പസ് ഫീസൊക്കെ വെച്ച് കുടിക്കാനെന്തെങ്കിലും ചാടി കൊണ്ടുവച്ച് കൊണ്ടുവച്ച സമയത്താണ് ഇവിടെ മുട്ടുന്നത്. അപ്പോൾ ഇവരുടെ ഒരു വലിയ ഫ്രണ്ട്സാണ്, ഒരു പ്രായം. അപ്പോൾ ഇവൻ ദുബായിലായിരുന്നു. ആ നല്ല സുന്ദര ചെക്കനാണ് സോമൻ. പിന്നെ സമയത്ത് അത് നമുക്ക് ഇത് ഒട്ടിച്ചേക്കാൻ മറന്നുപോയി. ഞാൻ കട്ടിൽ ഇതിൻ്റെ ഇട്ട് നോക്കി.
ഇവന് ഡൗട്ടുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്നുള്ളത് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ ഇവനോട് പറഞ്ഞില്ലുണ്ട്. അപ്പം എന്നെടുത്ത് ഓനെ 2 അടി വെച്ചിട്ട് ശരിയായി കുട്ടിച്ച് കുറേ പറഞ്ഞു. പിന്നെ അവൻ വീട്ടിൽ കിട്ടി. അവൻ വീട്ടിൽ കുറേ ഞങ്ങൾ വെച്ചു അവൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അവിടെ ഇല്ല. അങ്ങനെ അവനെ രക്ഷപ്പെടുത്തിയപ്പോൾ ഈ ഗുളിയാണ് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടില്ല സൂക്ഷിച്ചു. അപ്പം ഞാൻ ഇതേപോലെ ഡയറി ഉണ്ട്, ഈ ദിവസമായിട്ടുള്ളൊരു ഡയറി ദിവസം പോലെ. ആ ഡയറിൻ്റെ ഓൻ കണ്ടിട്ടില്ല. ആ ഡയറിയും ഗുളിയിൽ വെച്ച് സൂക്ഷിച്ച് വെച്ച് ഞാനും എടുത്ത് ഞാനൊക്കെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു വെച്ച്. അപ്പം മൊയ്തീനെ എന്നും കൊല്ലും വന്നു. മൊയ്തീൻ മരിച്ചാൽ മരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം അതിലുണ്ട്, അത് എനിക്കറിയില്ല. അത് അപ്പം നമ്മളെ കൊല്ലല്ല, സകല പണക്കാരോട് വരെയായിരിക്കും കൊല്ലും. ഒരു സിനിമയ്ക്കാണെന്ന് മൊയ്തീനല്ല, മൊയ്തീൻ എന്നൊരു വീര പോരാളിയായിരുന്നു. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ. ഇത്രയും അരിവുള്ളൊരു ഹൃദയമുണ്ടാവില്ല. പക്ഷേ ഈ അനീതിക്ക് ഒരിക്കലും പൊരുത്താൻ പറ്റില്ല. അത് അച്ഛനായാലും അമ്മയായാലും ആരായാലും പിടിച്ചു. അങ്ങനെ എല്ലാവരും ശത്രുക്കളാണ്. പ്രണയത്തിൻ്റെ കാര്യം നമ്മളെ ഹിന്ദുവിനെ പ്രണയിച്ച് കാപ്പറിനെ പ്രണയിച്ച് ദേശം കുടുംബത്തിന് പോകുന്നു. ആ സമയത്ത് ഉമ്മ മാത്രം അനുഭവമില്ല, ഉമ്മയൊന്നുമില്ല. ഇത് അറിയാതെ എനിക്ക് കത്തെഴുതിക്കുക, നീ വീട്ടുകാർ തരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കണം, നീ ഇങ്ങോട്ട് പോരുന്നു. അങ്ങനത്തെ ഉമ്മയാണ്. അതെ രീതിയായിരിക്കും. വലിയ തീയലിൻ്റെ മകളാണ് കുട്ടിയസെന്ന് പറഞ്ഞാൽ ജിയോടി ഭയങ്കര ദീപനായി. ആ ദീപനൊക്കെ ഉമ്മയ്ക്കുണ്ട്. അങ്ങനെയൊന്നും കഴിയില്ല. പരദൂഷണം എന്ന് പറഞ്ഞാൽ നാവൊന്നും കേൾക്കുകയില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഉമ്മേൻ്റെ. പരദൂഷണം ഒരിക്കലും ഞങ്ങളെ തന്നെ നാണം കിട്ടുകയും. ഞങ്ങളെക്കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണ് അവളെക്കാൾ 5 വയസ്സിന് ഇലയായിരിക്കണം പ്രണയം. ഇപ്പോൾ രക്തദാന സമിതിയുടെ പ്രസിഡന്റ് ഞാനും സെക്രട്ടറിയാണ്. അവനോട് കോഴിക്കോട്ട് ഇവിടെ എന്നെ കാണാൻ വേണ്ടി വരുന്ന ഒരു ഫിയർലെസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, അതിൻ്റെ ഏജൻ്റാണ് അവൾ. അങ്ങനെ ഏജൻസി വിളിച്ച് അവസാനവരുണ്ടാകുന്ന പ്രണയം. അപ്പോൾ അത് ചൂട് പിടിച്ച് നായകൻ തീരുകയാണ്. ചൂട് പിടിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുക, എന്താണിത് ഈ ഉമ്മേൻ്റെ എല്ലാ ഒരു പിന്നെ അപ്പോൾ എഴുത്തുകളുണ്ട് എല്ലാ ഒരു വയസ്സെത്തി വരുമ്പോൾ ഓമ്മ ചെറുപ്പം തന്നെ ആണുങ്ങൾക്ക് കൂടെ വേണമെന്നാണല്ലോ ഒരു സിസ്റ്റം. അപ്പോൾ ആ ഒരു വലിയ കഷ്ടം തന്നെയാണ്. അപ്പം ഞാനും കൂടി വായിച്ചു സങ്കടം എന്തെന്ന് നമുക്ക് ഇന്നോട് സംസാരിച്ചില്ല. എൻ്റെ 8 ഇയേഴ്സ് ഫ്രണ്ടാണ്. എന്നെ പറയുന്നത് പറയുന്നുണ്ട്, അപ്പോൾ പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കും. ഉമ്മ മുഴുവല്ല വെച്ച് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ പെണ്ണിൻ്റെ കേടാണ്. ഓക്ക് വയസ്സെത്തിക്ക് ചെറുപ്പക്കാരന് മതി, ചെറുപ്പക്കാരന് വയസ്സെത്തിന് പറ്റി, പിന്നെ എങ്ങനെയൊക്കെ എന്ത് കേടാത്? പരദൂഷണം പറഞ്ഞ ഇഷ്ടമല്ല, നേരെ പറയാകുമ്പോൾ ചെയ്യുക. അതോട് വലിയൊരു ജാഗ്രത ആളുകെട്ട് പരദൂഷണക്കാരുടെ ലോകം കേൾക്കാതെയൊക്കെ പറയുന്നത് ഇത് എന്നുള്ളത് ഞങ്ങളുടെ ടെൻഷൻ കൊണ്ടാണ് പറയുന്നത്. എന്നാലും ശരിയല്ലല്ലോ. അങ്ങനെ ഉമ്മ പിന്നെ ഉമ്മ വീഡിയോ ഇരിക്കുന്നത് കാണിക്കുന്നത്. ഉമ്മ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഒഴിച്ചിട്ട് ഞാനിവിടെ വരുമ്പോൾ ഉമ്മ ചെയ്ത് വരും. അപ്പം ഉമ്മ പിന്നെ അത് എന്നെ കാണാൻ പറ്റില്ല. എനിക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന അപ്പം ഞങ്ങളൊരു രോഗിയെ എടുത്തിക്കുകയാണ് ഞങ്ങളുടെ സംഘടന. അവളതിന് അവളെ അമ്മ വെള്ളം ചുറ്റിട്ട് ഇത് മനുഷ്യനായിട്ട് പോകുന്നത് രാത്രി. അപ്പോൾ വീട്ടുകാർ 2 ഗുളിക വാങ്ങിക്കൊടുത്ത് ഉറക്കിയിരിക്കുക, അല്ലെങ്കിൽ പോയി കണ്ണു വെച്ചിട്ട് അപസ്മാരം ഇറങ്ങിയിട്ട് ബുദ്ധി പോകുമല്ല അവസ്ഥയാണ്. അതിനല്ലേ കാണിക്കുന്നത്. അങ്ങനെ അത് ഞങ്ങൾ പിന്നെ ഏറ്റെടുത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നു. അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിൽ നിന്ന്. അപ്പം എനിക്ക് 100 ദിവസത്തെ സാമൂഹിക പ്രവർത്തനത്തിലുള്ള പരിശീലനത്തിൽ എടുത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തെടുക്കുള്ളൂ എന്തെങ്കിലും ഉണ്ടല്ലോ 10 സാക്ഷിയൊക്കെ പണിക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോകുന്നത് എന്താ രാധന ചെയ്യാനായിട്ട് നോക്കി. ഇവിടെ എത്ര ഭ്രാന്തന്മാരെ ഞാൻ നോക്കണം, ഈ ഒരു കൊണ്ടുവരുന്നതാണ്. അങ്ങനെ ഒവ്വൊരു എടുത്തുണ്ടായി. അല്ല ഒവ്വൊരു സൗകര്യം എടുത്ത് എനിക്ക് വല്ലാത്ത ഭക്ഷണത്തിലാണ് രാധനെ വീട്ടുകാരെ എടുത്തേക്ക് വിടാൻ പറ്റും. ഇവിടെ വീട്ടുകാർക്ക് പേടിയാണ്. ഇവിടെ ഞാൻ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോയി തെറ്റച്ചാടിനൊക്കെ. ഇത് കേട്ടവർ ഈ താങ്ങാണ് വളരെ രാഷ്ട്രീയക്കാരുണ്ട്. സുരേഷ് ബാബു മൊയ്തീനെ സ്വതന്ത്രമായി ജയിച്ച സമയത്ത് പറ്റാൻ പ്രശ്നമുണ്ടായി. അവൻ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ പിന്നെ മറ്റൊരു പാർട്ടിക്കാർക്ക് ഇവനെ എതിരിടാവും എന്നുള്ള രീതിയിൽ ആ പാർട്ടിക്കാരോടൊന്ന് പിന്നെ വെക്കുന്ന ചെന്ന് വലിയ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞ് എന്നോടുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു എൻ്റെ സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു പിന്നെ പന്തൽ വെച്ച് കിട്ടിയിട്ട് ഞാൻ ഓടി വെച്ച് അവിടെ താമസിക്കാം.
എന്ന് പറഞ്ഞു ആദ്യം. പിന്നെയാണ് ഉമ്മയുടെ അടുത്തേക്ക് പോയത്. പിന്നെ ഉമ്മയുടെ കൂടെ ചോദിച്ചു ആ ചോദ്യം ഉമ്മ അവിടെ പിന്നെ ഉമ്മ കുറേശ്ശാക്കി ഭക്ഷണപാനം ചെയ്യണമെന്ന് അറിയില്ല. അപസ്മാര രോഗം കൊണ്ട് 15 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു. ഈ അപസ്മാര രോഗം ചെയ്യുന്നുണ്ട്. ഇത് വന്നു ഭയങ്കര കഷ്ടം. ഇനിയിപ്പോൾ വന്നാൽ നല്ല അട്ടി കൊടുത്തു അവളമാര് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുകയാണ്. ഞങ്ങൾ ആദ്യത്തെ സംരംഭമാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരാളെ രക്ഷിക്കാറില്ല. അവിടെ ചെല്ലുമ്പോൾ വെള്ളങ്ങനെ ആക്ഷനിലൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞ ആക്ഷൻ. അപ്പോൾ അടുത്ത വീട്ടുകാർ എത്തിയപ്പോൾ ഒരു പറഞ്ഞ കാലത്ത് നിങ്ങൾ പോകരുത്, ഇങ്ങനെ അയമക്ക് ഒരു വ്യക്തിനെ ഞങ്ങൾ കേൾക്കേണ്ടി വരും, ഞങ്ങൾക്ക് വിഷമത്തിൽ അത് നമ്മളെ വീട്ടുകാരെയൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓരോ അമ്മമാരുടെ മോളിൻ്റെ കൂടെ പഠിച്ചത് അത് ശ്രമിച്ചു. അപ്പോൾ ആ ഒരു സ്നേഹത്തിൽ അവർ പറഞ്ഞു സ്നാനമൊക്കെ ചീത്ത കേൾക്കും തല്ലുകൊള്ളൊക്കെ ചെയ്യും, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ഞാനൊരു പ്രസംഗമൊക്കെ ഓരോരോ അടിച്ചുമ്പോൾ പേജാറായിട്ടാണ്. അവിടെ ചെന്നപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഇരിക്കുന്നതന്നെ നിങ്ങളിവിടെ ഞങ്ങൾ മഹിളാ സമാജത്തിൻ്റെ ആൾക്കാരാണ്, ഇരിക്കുന്നതല്ല ഞങ്ങൾക്ക് ഇവിടെ രാധ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടല്ലോ അവരെ കാണേണ്ട ആവശ്യപ്പെടുന്നു, ഇവിടെ ഇരിക്കുന്നത്. അവൾക്ക് അവളെ തുറന്നപ്പോൾ ഓടിക്കവളെ അവളെ ആക്കിയിട്ട് കൂട്ടിയാൽ അവർ ചായയൊക്കെ കൊടുത്തു. അല്ല പെട്ടെന്ന് എന്നോട് ചോദിച്ചു നിങ്ങൾ കൊച്ചിങ്ങൽ ബാബുവേട്ടൻ്റെ പെങ്ങളാണ്, ബാബു പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ്, ബാബുവേട്ടൻ്റെ പെങ്ങളാണെന്ന് വെച്ചു. ഏട്ടൻ തന്നെ അതിൻ്റെ പറഞ്ഞാലുള്ള പ്രായമുള്ളൂ, പ്രസിഡന്റ് ആയതുകൊണ്ട് ഏട്ടൻ വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ മനസ്സിലായി, നിങ്ങളെ അമ്മേനെയും അച്ഛമ്മേനെയും ഞാൻ കണ്ടിട്ട് ചായ കണ്ടു പിടിച്ചതാണ്. ഭയങ്കര ബുദ്ധിയല്ലേ. അപ്പോൾ ഞാൻ അവിടെ എത്ര പുല്ല് തല്ലാനും നെല്ല് ചേരാനൊക്കെ പോകുന്നത് പ്രസിഡന്റ് പറയാം. അപ്പം ശരി എന്നാണ്. പിന്നെ പറഞ്ഞ് ചായ അതൊക്കെ അവർ കഴിച്ചപ്പോൾ പഴമൊക്കെ ആയിട്ട് വന്നു. കുറേ വലിയ പാത്രത്തിൽ അവർ വെച്ച് ചായയും പഴമൊക്കെ കഴിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചായ കഴിക്കല്ല, എനിക്കിപ്പോൾ വേണ്ട, തന്നെയല്ല രാധനെ കാണാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ചായ കഴിക്കാനും പറ്റില്ല പറഞ്ഞു. അയ്യോ തുറന്നാൽ ഓടിക്കുള്ളൂ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വളരെ നല്ല ഹൈറ്റും വെയിറ്റും ശാന്ത ടീച്ചർക്ക് ഇവരെ കണ്ടോ ചോദിച്ചു. ഇവർ ഏത് ഓടുമ്പോഴേക്കുള്ള ശക്തിയൊക്കെ ഒറ്റപ്പെടുത്തുന്നത് ഇവളെ കണ്ടു. പിന്നെ മെലിഞ്ഞത് ഇവള് PT ഉഷയുടെ പല ഓടുന്ന PT ഉഷ ഓടുന്ന കാലഘട്ടതാണ് ഓടുന്ന. അപ്പോൾ അവർ അങ്ങനെ ഷീല മാമിന്റെ നിങ്ങൾ വീട്ടിൽ പണിയെടുക്കുന്ന ജോലിക്കാർ നിങ്ങളെ ലെറ്റർ കൈമാറുന്നുണ്ടായിരുന്നു. ലെറ്റർ കൈമാറുന്നത് അകത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകളായിരുന്നു, പുറത്തെ പുഷ്പരിസ്ഥിതി ഒരു കത്ത് കൊണ്ട് തന്നെ നമുക്ക് അടിക്കാൻ വരും. അടുക്കളയിലൊന്നും അവിടെ കേട്ടില്ല അന്ന് ഇക്കല്ല പറയുന്നത്. അപ്പം കഴിക്കാൻ വരുന്ന സമയത്ത് സമയത്ത് വെച്ചിട്ട് അടിച്ച് അത് വീട്ടിനുള്ളിൽ എവിടെ ഒരു സ്ത്രീയുടെ സങ്കല്പം കത്ത് തന്നെ പറയുകയാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കുടുംബത്തിൽ നിന്നെല്ലാം മാം ഫേസ് ചെയ്യേണ്ടി വന്നു. കുടുംബത്തിൽ ഭയങ്കര ബഹളമായി പോയില്ലേ. സിനിമ ഇറങ്ങിയതും ദേഷ്യം ഞാൻ കാണാൻ പോയില്ലല്ലോ. 6 മാസം കണ്ടിട്ടില്ല. കാരണം ഫസ്റ്റ് ഇത് തന്നെ പാറൂര് വിളിച്ചതാണ്. വളരെ മുമ്പ് ഇവിടെ വന്നത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കാണുന്നു. അപ്പം ഞാനും വിമലും കൂടെ തെറ്റിയിരുന്നു. അവൻ്റെ ഇതിൽ വളരെ അപകടകരമായ കാര്യങ്ങളൊക്കെ കുട്ടിച്ചവർക്ക് മാറ്റാതെ വിളിച്ചിട്ട് കിട്ടാതെ പോയിട്ട്. അപ്പോൾ വീട്ടുകാർ കേസ് ഫയൽ ചെയ്തു. അവിടുന്ന് മൊയ്തീന് വെള്ളത്തിൽ കൂടെ വന്ന് എന്നെ തൊടുന്നതൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ് അവിടുന്ന് വിളിച്ചു. അപ്പോൾ അവർ ബ്രദർഹുഡ് അഡ്വക്കേറ്റ് അങ്ങനെ ഉണ്ട് മരുമക്കളൊക്കെ ജേർണലിസ്റ്റിൻ്റെ ആൾക്കാരാണ്. അവരൊക്കെ ഉണ്ടാവുമല്ലോ ഷൂട്ടിങ് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നമായി. അപ്പോഴത്തെ കേസ് ഫാമിലി ഒന്നായിട്ട് കേസായി, 4 വർഷം കേസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ കേസ് കഴിഞ്ഞ് പ്രശ്നമായി. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സമീപത്തിന് ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ അയാൾ പൈസ കൊടുക്കും. ആ പൈസ ഞാൻ പറഞ്ഞ് ആന്തരത്തിൽ പൈസ കൊടുക്കും. പൈസ ഇപ്പം ഞാൻ എഴുതി കൊടുക്കൂലേ, വാങ്ങിയില്ല, വെറുതെ കൊടുത്തതാണ്. അങ്ങനെ പ്രശ്നമായതുകൊണ്ട് എത്തി ആയിട്ട്. പിന്നെ യൂട്യൂബിലൊക്കെ ആൾക്ക് ചോദിക്കുന്നു ഡെലിറ്റിൻ്റെ പൈസ തിരിച്ചു കൊടുക്കുന്നു. സ്ത്രീനെ ഉപദ്രവിച്ചതാണ്. അപ്പോൾ പിന്നെ വന്നിട്ടൊക്കെ അങ്ങനെയാണ് ഇതൊന്നും നോക്കാൻ പാടില്ല എന്നാണല്ലോ ചോദിക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് തന്നെ പിന്നീട് വിമൽ സാർ ഇങ്ങോട്ട് വരെ മാമിനായിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്തില്ല.
പിന്നീട് വിമൽ സാർ ഇങ്ങോട്ട് വന്നിട്ടില്ല. ആര് അതിന്റെ വിമല വന്നല്ലോ, വിമലിന്റെ സ്വീകരണത്തിന് മുഖത്തൊന്നും വിമല വന്നില്ല. പക്ഷെ എന്നെ കാണാൻ വന്നത്. അപ്പം ഞാൻ വലിയ പോകുന്നുണ്ട് ഇതിന് പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഷെഡ് നോക്കിയിട്ടായിരുന്നു. ഷെഡൊക്കെ പൊളിച്ച് നോക്കി. 5 കൊല്ലം ഷെഡിലിരുന്നു, 4 കൊല്ലം ഷെഡിൽ, 5 കൊല്ലം ഇതിൻ്റെ. അതിന് ശേഷം ബിൽഡിംഗ് ആയി. അതിൽ 1 നില, 1ാമത്തെ നില ദിലീപിന് വന്നു, 2 നില വന്നു. അപ്പം എന്നെ അങ്ങനെ ക്ഷണിക്കില്ല, എല്ലാ ഭാഗത്തും ക്ഷണിച്ചുകൊണ്ടുപോയി. അവരൊക്കെ ഡൊണേഷൻ ചെയ്തു. അതൊക്കെ പിറ്റേസൊക്കെ തന്നെ വന്ന പ്രഭാവത്തിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെ ചെറിയൊരു കടയെ ബാക്കി കഴിഞ്ഞു. 2 നിലയുണ്ട്. 3ാമത്തെ നില വാർത്തയെന്ന് പറയുമ്പോൾ സംഖ്യ വന്നത്. ഞാനിന്ന് ജീവിതത്തിൽ ഒരു തനിച്ചായപ്പോൾ എപ്പോഴും ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ മുതിന് മരിച്ചിട്ട് ഇത്രയും നാളായി ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അതിന് സാധനങ്ങളുടെ കൂടെയാണെങ്കിലും മൊയ്തീൻ എപ്പോഴും എൻ്റെ കൂടിയില്ലേ. അതില്ലാതെ പോകുന്ന സമയത്ത് ഈ ആത്മഹത്യകൾ മരിച്ചുപോയതിൻ്റെ ബോധത്തിൽ ആ ബോധം വിട്ടില്ല. മൊയ്തീൻ എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഈ ഏജിൽ ഓടി നിർത്തണം, ഇതിൽ ഓടിക്കണം. മാമിന്റെ അതിലില്ലേ നിങ്ങളുടെ ആ ലെറ്റർ ഒരു കല്യാണമൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ച് അത് മുടക്കി നിങ്ങൾ അമ്മാവൻ തല്ലുന്നൊരു സീൻ ഉണ്ടല്ലോ സിനിമയില്. കല്യാണം എല്ലാം ഞങ്ങൾ കൊടുത്തിരുന്നായിരുന്നു. അല്ല അമ്മാവൻ വന്ന് തല്ലിലൊക്കെ, അല്ല അമ്മാവൻ വന്ന് നിങ്ങൾ തല്ലുന്ന ഭാര്യ മരിച്ചിട്ട് ഇപ്പോൾ 1.5 കൊല്ലമായിരിക്കും. എൻ്റെ കസിന് 6 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ ജിഞ്ചുമി മൂത്ത മോള്, 2ാമത്തെ മോൻ ബിസിനസ് ആൺകുട്ടി ജിഞ്ചി. എല്ലാവരും ഇവിടെ തന്നെയാ, മുക്ക തന്നെയാണ് എല്ലാവരും? ഇല്ല, അവളെ കണ്ണൂരിക്കല്ലേ അയച്ചു. അവളെ കണ്ണൂരിക്കല്ലേ അയച്ച്. എൻ്റെ ബ്രദറെ മോള് ഡോക്ടറുണ്ട്, അവളെ കണ്ണൂരിൽ കണ്ണൂരിൽ കുറച്ച് പെണ്ണുങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. പക്ഷെ ഒരു ഡോക്ടേഴ്സ് ഇല്ല. മാമിന് പരിചയപ്പെട്ടില്ല, ഒരുപാട് സന്തോഷമാണ്. മാമിനെ കണ്ടിട്ടുണ്ട്. മാം എൻ്റെ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. 2016 ഞങ്ങൾ കോളേജ് ആർട്സ് ഡേക്ക് മാമായിരുന്നു ഇനാഗ്രേഷൻ. മാർട്ടിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മാർട്ടിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാം വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ BSc അസോസിയേഷൻ പ്രോഗ്രാമിൽ മാമാണ്. മലപ്പുറത്താണ് പോയത്, കണ്ണൂർ ജില്ല. പലർക്കും മാമിന്റെ ലൈഫില് മാം ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞങ്ങൾ ആ സിനിമ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. കാരണം ഞാൻ കഷ്ടപ്പെട്ടു പോയി. ജനാവലി ഇങ്ങനെ വന്നിട്ട് ഞങ്ങളന്ന് ഷെഡില്ല, അത് പൊളിച്ചു വെച്ച് ഷെഡില്ല, അത് നഷ്ടപ്പെട്ടാണ്. പാസരത്തിൽ ഞങ്ങൾ ബിഗ് ഫ്രഷ് ഒരു കൊടുത്തിട്ട് അവിടെ ഉണ്ടാക്കി മരിച്ചതിന് ശേഷം. അപ്പോൾ ഈ ഷെഡ് ഞങ്ങളുടെ ഷെഡിലാണ് ഞങ്ങളിങ്ങനെ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഒരു ഷെഡ് ഉണ്ടാക്കി. ആ ഷെഡൊക്കെ പൊളിഞ്ഞു പോണ അവസ്ഥ ജനാവലി ഭയങ്കരത്തിക്കൊണ്ടിരിക്കും. ആദ്യം പെണ്ണുങ്ങളെ ഇങ്ങനെ നിന്നത് കഴിഞ്ഞില്ല, പിന്നെ പ്രഭാകരനോ 3-4 ആണുങ്ങളായിട്ട് പിന്നെ ക്യൂ ഇതാക്കിയിട്ട്. പിന്നെ ഒരു നല്ല ഡ്രൈവർ ഉണ്ടായില്ല, അപ്പുറത്ത് എഴുതായിരുന്നു ബസ്സിൻ്റെ. അപ്പോൾ ആ ബസ്സിലൊരു തൃശ്ശൂർക്കാർ ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ ഇവിടുത്തെ ഷെഡ് പൊളിഞ്ഞു തോന്നി പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ വണ്ടി മുഴുവൻ ഞാൻ ചേച്ചി അങ്ങോട്ട് പോയി അവിടെ ഇരുന്നാൽ മതി. എന്നിട്ട് ഒരു കസാല കൊണ്ട് പൈസ കൊടുത്തൊരു പ്ലാസ്റ്റിക് കസാല വാങ്ങി അവിടെ കൊണ്ടിരിക്കുക. കയ്യിൽ എനിക്കിരിക്കാൻ, ചേച്ചി അവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഷെഡും കാര്യങ്ങളും ബിൽഡിങ്ങൊന്നും എന്നാ വരുമെന്ന് അറിയില്ലല്ലോ. നടന്നു എന്ന് പറഞ്ഞൊരു നല്ല മനുഷ്യ സ്ത്രീയാണല്ലോ ഇങ്ങനത്തെ വ്യക്തികൾ. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഓർക്കുക. എന്നിട്ട് ഒരു കസാല പിടിക്കുക. എന്നിട്ട് ബസ്സൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ പോവും, ഞങ്ങൾ പോകും. രണ്ടാമത് ഞാനുള്ളതുകൊണ്ട് പിന്നെ ബസ് വരെ അങ്ങോട്ട് കടത്തില്ല, അവിടെ സ്നേഹത്തിൽ പോയി എല്ലാം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ രാത്രി അങ്ങനെ ജനാവലിയാണ്. ഒരു 3-4 ലക്ഷം ആൾക്കാർക്കുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പോവുമല്ലോ. അപ്പോൾ ഒരിക്കലും ഞാൻ ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ട്സ് അതല്ല 1-2 ആൾക്ക് എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അപ്പം ഞാൻ നല്ല എനിക്ക് തലക്ക് സുഖമില്ലേ, അതോ ലോകത്തിന് തലക്ക് സുഖമില്ലാതെ ഞാൻ ചോദിക്കുക. ജനാവലി ഇങ്ങനെ വന്നിട്ടേ അപ്പോൾ ഇവർ പറഞ്ഞു ഇങ്ങൾക്ക് പെട്ടെന്ന് തലക്ക് സുഖമില്ലാതെ ആയതല്ല, സിനിമ കണ്ടിട്ട് ലോകത്തിൻ്റെ ജനങ്ങൾക്കാണ് തലക്ക് സുഖമില്ലാതെ ആയത്. സത്യം, ആ സിനിമ മാമിന്റെ ലൈഫിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അത് കണ്ട ഓരോ വ്യക്തിക്കും മനസ്സിലാണ് ഇത് വലിയൊരു അത്ഭുതം തോന്നുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഞാനാണെങ്കിൽ അന്ന് യുക്തിവാദി ഈശ്വര വിശ്വാസം തന്നെ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പം അല്ല കേട്ടോ, ഇപ്പം ഒരു ആത്മീയ ചിന്തയിലൊന്ന്. അപ്പോൾ ഫാത്തിമ ടീച്ചറൊക്കെ ഉണ്ട്, അവർ കുറച്ചൊരു അന്ധവിശ്വാസത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഫാത്തിമ ടീച്ചർ ഞങ്ങളെ പോയിട്ടുണ്ട്. ഫാത്തിമ ടീച്ചർ മോളൊക്കെ പോയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ജ്യോതിഷം നോക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇവരെന്തോ ഒരു ദോഷം കണ്ടപ്പോൾ നോക്കാൻ പോയത്, വീട്ടിനെന്തോ ഒരു ദോഷം പറഞ്ഞാലോ.
അപ്പം ഭയങ്കര കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്തായാലും കാഞ്ചന വരണം. കാരണം എനിക്ക് ഈ പ്രണയമുള്ളതുകൊണ്ട് പ്രണയം മൊഴി മരിച്ചല്ലേ ഇനി എന്ത് സംഭവിക്കുന്നുള്ള അറിയാത്തതുകൊണ്ടൊക്കെ കൂടെ ഞങ്ങൾ പ്രവർത്തനമൊക്കെ എങ്ങനെ എത്തും. ഇയാൾ ചെന്ന് അവിടെ ചെന്ന് നമ്മൾ നക്ഷത്രം എന്ന് പറയണം. നക്ഷത്രം ഇല്ലാത്തവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ടാണ്. അപ്പം നക്ഷത്രം നമുക്ക് ഉണ്ടാവില്ല, ജാതകമൊക്കെ ഇല്ല. അപ്പം നക്ഷത്രം പറഞ്ഞു, പേരും പറഞ്ഞിട്ട് വയ്ക്കുകയാണ്, നിങ്ങൾ വിവാഹം കഴിച്ച ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ വിവാഹം കഴിച്ചോ ഇല്ലെന്നില്ല ആർക്കും അറിയുന്ന പ്രശ്നമില്ല. നിങ്ങൾ വിവാഹം കഴിച്ച ആളാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് മൊഹീദ്ദീൻ. അപ്പോൾ ഞാൻ ഫാത്തിമയുടെ ചെറുപ്പം ഒരു ഫോൺ കൊടുത്തു മൊഹീദ്ദീനാണ്. അപ്പോൾ ഫാത്തിമയോട് പറഞ്ഞു മൊഹീദ്ദീൻ്റെ യഥാർത്ഥ നെയിം മൊഹീദ്ദീനാണ്. ഏത് മൊഹീദ്ദീൻ ഇവിടെ നാടനായി പോയതാണ്. നാട്ടുകാർ ഇവിടെ മലയാളി ചോദിച്ച് ഒറിജിനൽ മൊഹീദ്ദീനാണ്. മകാരശീലത്തിൻ്റെ അടുത്ത് മൊഹീദ്ദീൻ തന്നെ എടുത്തത്. അത് കാലം കുറച്ചുകൂടി കഴിഞ്ഞതല്ലോ. പിന്നെ വാപ്പേൻ്റെ പേരില്ലേ അപ്പം എന്ന് പറഞ്ഞു. പിന്നെ ഇവർ ലോക പ്രസിദ്ധിയാണ്. ഇവരെ കാണാൻ ജനാവലി ഇങ്ങനെ തിങ്ങിക്കൂടും. നമ്മുടെ സ്വപ്നം കാണുമോ ഒരു സാമൂഹ്യ പ്രവർത്തക എവിടെയുണ്ടാകുക? നമ്മൾ കുറച്ച് ആൾക്കാരെന്തെങ്കിലും അവാർഡൊക്കെ കിട്ടുമ്പോൾ ഒന്ന് വരുന്നല്ലോ. പിന്നെ പുരസ്കാരം കൊണ്ട് നിറയും. ഇങ്ങനെ ഇയാൾ പ്രവചിച്ച് അത് ഞങ്ങൾ വിശ്വസിച്ചില്ല. അപ്പം ഞാൻ പിന്നെ വരുമ്പോൾ അത് ഈ ഇവരുണ്ടല്ലോ പുറത്തികൾ അമ്മ പിന്നെ സുന്ദരിയാണ്, അമ്മ നല്ല കാലം വരികയാണെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി അതുപോലെ കുറത്തിയായിട്ടാണ് ഇത് പറഞ്ഞത്. ആ ഓരോ തമാശയും. പക്ഷേ എന്നിട്ടും ഞാൻ ഇത് വന്നപ്പോൾ ഒന്നും ആ കാര്യം ഓർമ്മയില്ല. ഇപ്പോൾ ഒരു 5-8 മാസം മുമ്പ് എനിക്ക് പെട്ടെന്ന് ഈ ജ്യോതിഷക്കാർ പറഞ്ഞ ഓർമ്മ വരിക. നമ്മളത് വിട്ടുമില്ല, ഇത്ര കൊല്ലം മുമ്പല്ലേ. അത് ഈ ഫാത്തിമ ടീച്ചറെ കാണാൻ പോയില്ല, ഈ കോവിഡായതൊന്നും പോവില്ല, ഒരു സുഖമില്ലാതിരിക്കുക. വെറുതെ എൻ്റെ മേലറ്റം കൊണ്ട് ആൾക്കാർ കാണാതിരുന്നുകൊണ്ട് മേലറ്റം കൊണ്ട് വരെ പറ്റിക്കാനായിട്ട് പോകാം. ഫാത്തിമ ടീച്ചറെ കണ്ടിട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. സത്യമാണ് അത്. ആ സിനിമയിൽ മാം കുറേ ആളായി മാമിനൊന്ന് നേരിട്ട് കാണാം വീട്ടുകാരിലും. ഞാൻ ലോകത്തിലെ കാരണം ഞാൻ അത്ര ഒറ്റപ്പെടും, അത്രയും ദുഃഖിച്ചും ദുരന്തം അനുഭവിച്ച് ലോകത്തിൽ ആരും ഇത്ര വേദന അനുഭവിച്ചില്ല. അപ്പം അതിന് ദൈവം അപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ കസിൻസൊക്കെ പറയും അത് സ്വർഗത്തിന് ചെയ്യാനൊക്കെ. ഇപ്പൊ വീട്ടുകാരൊക്കെ അക്സെപ്റ്റ് ചെയ്യാറില്ലേ മാം ഇങ്ങനെ ജീവിക്കുന്നില്ല? ഇപ്പം ആയിക്കഴിഞ്ഞ സമയത്ത് ഭയങ്കര ഉറപ്പില്ല. ഏറ്റവും ഉറപ്പുള്ള ബ്രദർ മറ്റേ ബ്രദേഴ്സ് മരിച്ചു. എൻ്റെ അനുജൻ്റെ അവൻ വെടിയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സുഖമില്ലാതെ കിടന്നാൽ മരിച്ചു. ഈ ഷൂട്ടിങ്ങിനിടയിലോ ഷൂട്ടിങ് അനുജനെ. ഇപ്പൊ മാം ഈ ഫസ്റ്റ് ലൈബ്രറി ആയിരുന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ ലൈബ്രറി ആയിട്ടാണ് എപ്പോഴും പോകുന്നത്. ഈ സേവാമന്ദിരം ഇപ്പം ലൈബ്രറി ആയിട്ടും ചാരിറ്റി അങ്ങനെയാണോ ചെയ്യുന്നത്? ചാരിറ്റി ലൈബ്രറി ആയിരുന്നില്ല ഫസ്റ്റ്? ലൈബ്രറി സേവാമന്ദിരം അതാണ് 1985 മൊയ്തീൻ്റെ 3ാം 3ാം ചരമവർഷം ജൂലൈ 15. ആ ജൂലൈ 15 അതിന് മുമ്പ് ഇവർ എന്ത് ചെയ്തെന്ന് പറയും മൊയ്തീനെ ഞാൻ കൊണ്ട് വരത്തില്ല. മൊയ്തീനെ സ്നേഹിക്കുന്നവർ ഞാൻ അവിടെ കൂടിയാണ്. അമ്മയായിട്ട് ഫോണിലാണ് അമ്മയ്ക്ക് ഇവിടെ മൊയ്തീൻ്റെ 10 മൊയ്തീൻ്റെ നമ്പർ അത് വിളിച്ച് ഏട്ടനെ എടുത്ത് വെച്ചാൽ ഫോണിന് കൊണ്ടുള്ളമ്മ ഞാൻ മാനേജർ സ്ഥാനത്ത് തന്നെ കൊണ്ടെടുത്തിയാണ്. എനിക്ക് ഭ്രാന്തായിരുന്നു പറഞ്ഞിട്ട് ഇതിനെ പിടിച്ചുകൊണ്ട് വരാം. പിന്നെ ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഇവിടെ മൊയ്തീൻ്റെ മോചന ആൾക്കാർ മോചന എന്നുള്ള പേരിടുന്ന മൊയ്തീനും ഗാന്ധിയും കൂടെ പോയിയതാണ് മോചനം, സ്ത്രീൻ്റെ മോചനം. ഇനി നിങ്ങളെ വീഡിയോ എന്താ പറയുന്നത്? വീഡിയോ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത് മാമിനായിട്ടുള്ള ഇന്റർവ്യൂ ഞങ്ങൾക്ക് ചെയ്ത് എന്തൊരു കഷ്ടമായിപ്പോയി. ഒരുപാട് സന്തോഷമുണ്ട്. പേഴ്സണലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 1 year ആയി. അപ്പൊ ഇതുവരെ സെൻസേഷൻ ആയിട്ട് ഫസ്റ്റ് ആയിട്ട് ആഗ്രഹിച്ചതാ മാമിനൊന്ന് കാണാൻ. സ്റ്റൈലൊക്കെ ഇരിക്കില്ല. ഒരുപാട് സന്തോഷമുണ്ട് മാമിന്റെ ഒരു മെമ്മറി. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ ബുക്ക്. അതായത് വീട്ടുകാർ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കത്തുകൾ അങ്ങോട്ടോട്ട് കൈമാറാൻ വേണ്ടി മൊയ്തീൻ സാർ ഉണ്ടാക്കിയ ഭാഷയാണിത്. അതായത് അവരുടെ ലിപിയാണ് ഇത്. അപ്പോൾ മാം നമുക്കായി ആ ലിപി വായിച്ചു തരുകയാണ്. ബാക്കി മാമിൻ്റെ അടുത്ത് നിന്ന് കണ്ടോ. അതായത് അമ്മേൻ്റെ വീടിനെ പറ്റി ഈ വീട് ഒരു മഹാപ്രതാപത്തിൻ്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ്. മൺമറഞ്ഞു പോയ എൻ്റെ വല്യച്ഛൻ, അമ്മയുടെ അച്ഛൻ ഈ ഗ്രാമത്തിലെ നാടുവഴിയായിരുന്നു.
ബ്രിട്ടീഷ് ഭരണകൂടം കൊടിയത്തൂർ സ്ഥലം കേട്ടോ. അവിടെ ഇന്ത്യയിലെ ജന്മികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ചു നൽകിയ അനേകം പദവികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ഗ്രാമം ആ നാമം കേട്ടാൽ അരിപ്പറ്റ മണ്ണിൽ വലിയ കുട്ടികർസൻ അധികാരി വിറകൊള്ളുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല. ആ നല്ല ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും, മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. അതിലൊരു മകൻ്റെ മകളാണ് ആരെന്നറിയോ, ഹമീദ് ചെന്നെങ്കിൽ മോഹന. അപ്പോൾ ഇയാളെ മകൻ്റെ മകനാണ്, മൊയ്തീൻ മകളെ മകനാണ്. ശരിക്കും ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെ രണ്ട് കൂട്ടര്. അല്ല, അന്ന് കത്തുകളൊക്കെ പിടിച്ച് നല്ല നല്ല കത്തുകളായിരുന്നു മൊയ്തീൻ്റെ. ഒരു ലോകത്തിനെ കുറിച്ചുള്ള അറിവ് സംഭവിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇതേപോലെ തന്നെ പുസ്തകത്തിൽ എഴുതിയിട്ട് എന്നാ തരാൻ പറ്റുക വെച്ചാൽ തരുന്നതല്ലേ. അപ്പോൾ അത് പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മൊയ്തീൻ ഫോണിൽ ഭാഷ ഉണ്ടാക്കി. അതാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായത്. കാരണം കത്തൊന്നും തരാൻ പറ്റാഞ്ഞാൽ ഓൺലൈൻ ഞാൻ ഇവിടെയുണ്ട്, ഞാൻ കോഴിക്കോട് പോകുന്നു, ഞാൻ കൽക്കത്തയിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞു വിളിക്കും. സംസ്കൃതമാണോ? അല്ലല്ല, മലയാളം തന്നെയാണ്. ലിപി മാറ്റി, ലിപി വേറെ ഉണ്ടാക്കിയതാണ്. ഓരോ അക്ഷരത്തിന് ഓരോ, അതല്ല മലയാളത്തിലല്ലേ വായിക്കുന്നത്. ശരി, താങ്ക് യു മാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം മാമിൻ്റെ ആ ജീവിത കഥ, അതേപോലെ തന്നെ മൊയ്തീൻ്റെ കൂടെയുള്ള ആ മെമ്മറീസും, പിന്നെ അവരുടെ ആ ചാരിറ്റി ട്രസ്റ്റിൻ്റെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഫുള്ള് കേട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാമിൻ്റെ കുറിച്ചൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് മാമിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ മാം നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ മാം നമ്മളെ ക്ഷണം സ്വീകരിച്ച് മാമിൻ്റെ ട്രസ്റ്റിലേക്ക് വന്ന് നമുക്ക് നമ്മളവിടെ വീഡിയോ അങ്ങനെ പെട്ടെന്ന് ഹെൽപ്പാക്കി തന്നു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നേരെ മൊയ്തീൻ മരണപ്പെട്ട ആ പുഴയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇനി ഈ വീഡിയോൻ്റെ വൈൻഡ് അപ്പ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോക്കെ ആ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി പോയി നിന്ന് ബാക്കിയുള്ള വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഓൺ കാൻഡീസ് ഫാമിലി. ഫ്രണ്ട്സ്, ആ കാണുന്ന പുഴയാണ് മൊയ്തീൻ മരണപ്പെട്ട പുഴയിലേക്കുള്ള വഴിയാണിത്. അപ്പോൾ നമ്മളിപ്പോൾ പുഴ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നമ്മൾ പുഴന്ന് കാണാൻ പോവുകയാണ്. നമ്മൾ സിനിമയിൽ കണ്ട ആ പുഴയാണിത്. അപ്പോൾ ആ കാണുന്ന ആ പാറക്കെട്ടാണ് കടവ്. ഇപ്പോൾ ഈ ഇവിടെ വികസനം വന്നാടെ ഈ പുഴ അങ്ങനെ ചെറുതായി വന്നു.